ഞങ്ങള് നാട്ടിൽ പോവാണേ. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മള് ട്രെയിനിൽ പോണേ. ഓ, ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി ടൈമിങ്. ഓടി കയറി ആദ്യത്തെ ഞങ്ങളുടെ പെട്ടി കണ്ടു, രണ്ട് പെട്ടിയും ബാഗൊക്കെ വന്നു കയറി അടച്ചു, വണ്ടി എടുത്തു. അയ്യോ അയ്യേ. അപ്പൊ എന്താ പറയണ്ടേ, വെൽക്കം ബാക്ക് ടു ഞങ്ങളുടെ ഇന്ത്യ ട്രിപ്പ് വ്ളോഗ്. കൊച്ചി ഞങ്ങളെത്തി. സുഖമായിട്ട് പ്ലാറ്റ്ഫോം ഇങ്ങനെ താഴെയൊന്നുമല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് കടക്കാൻ പറ്റി. ഇനി ഇത് ഇവിടെ നിന്ന് നടക്കുവാണ് അങ്ങോട്ട്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് കാണാം. ടെർമിനൽ 2 നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ്. പേടിച്ചു പോയാ? പേടിച്ചാ? അല്ല, അവൻ ഇങ്ങോട്ടാ വരട്ടി. സെൽഫ് ക്ലീനിങ് ഇതാണെന്ന് തോന്നുന്നു, റോബോട്ട് പോലെ. ഞങ്ങളെത്തി, വയ്യാണ്ടായി. എന്നും അങ്ങനെയാണല്ലോ, എയർ ഇന്ത്യയുടെ ട്രോളി കയറ്റി വിടുന്ന അല്ലേ, അത് വർക്ക് ചെയ്യുന്നില്ല. എന്നാ എന്നെ പറഞ്ഞേ, അതെന്തായാലും ബെൽറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഒക്കെ വാങ്ങിയിട്ട് വേറെ കുറച്ച് കൂട്ടർ ഓക്കെ. അപ്പം നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഞാനിപ്പോൾ B31 പോയേനെ ചേട്ടാ. അപ്പോൾ കയറാറായിട്ടില്ലല്ലോ, ആൾക്കാർ ഇരിക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചായ ഇങ്ങനെ കുടിക്കാം. അവിടെ നോക്കാം, അവിടെ ഉണ്ടോ നോക്കാം. എന്നൊരു കോഫി മേടിക്കാം. ഞങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് ഇന്നലെ കിടന്നപ്പോൾ 2 AM ആയി അല്ലേ, 6 AM എണീറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, തലവേദനിക്കുന്നു. ഒരു കോഫിയിൽ ഒതുക്കാം. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഉറക്കം വരണം. How was the trip to airport? Hectic. Why? Was that because you are sleepy? Yes. Yeah. ഭാഗ്യം സ്ക്രീനുണ്ട് അല്ലേ. കണ്ണാ, സിനിമ കാണാൻ പോവാണോ? ഒന്ന് ഉറങ്ങ്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീര റൈസ്, രാജ്മയുടെ ഒരു സൈഡ്, ചിക്കൻ കറി, പിന്നെ ഈ ബണ്ണ് ആസ് യൂഷ്വൽ, ബട്ടർ, പിന്നെ ഉള്ളത് ഒബിയസ്ലി വെള്ളം. പിന്നെ ഒരു തരം ഡെസേർട്ട് ഉണ്ടായിരുന്നു, ഒരു ചോക്ലേറ്റ് മൂസ് സ്ട്രക്ചറിലുള്ള ഒരു ഡെസേർട്ട്. പിന്നെ ഒരു സാലഡ്, മറ്റേ വൈറ്റ് വെള്ളക്കടലേക്ക് ചേർത്തിട്ടുള്ളൊരു കുക്കുംബറൊക്കെ ഇട്ടൊരു സാലഡ്, ഒരു ചാട്ട് മസാലയുടെ ഒരു ടേസ്റ്റൊക്കെ ഉള്ളത്. അത്ര രസമായില്ല സത്യം പറഞ്ഞാൽ. സാധാരണ ഇത്രയോട് നല്ല ഫുഡാണ് പതിവ് എയർ ഇന്ത്യയിൽ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. മുംബൈ വഴിയാണ് വന്നത്. ഡയറക്റ്റ് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റൊക്കെ നിർത്തലാക്കിയല്ലോ. മുംബൈയിൽ വന്ന് നമുക്ക് ഒരു 2 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കൊച്ചി വന്നു. ഞങ്ങൾ നാട്ടിൽ വരുന്നത് 2.5 വർഷത്തിന് ശേഷമാണ്. എന്ന് വരുമെന്ന് വ്യക്തമായിട്ട് എൻ്റെ ചേച്ചിയുടെ പിള്ളേർക്കൊന്നും അറിയില്ല, നമ്മൾ പറഞ്ഞിട്ടില്ല. നമുക്ക് ഇനി ഒരു മീലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, ഓംലെറ്റ് ഹാഷ് ബ്രൗണൊക്കെ ആയിട്ട് ഒരു മീലും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയും എൻ്റെ കസിനും കൂടിയാണ് ഞങ്ങൾ പിക്കപ്പ് ചെയ്യാൻ വന്നത്. അവർക്ക് സർപ്രൈസ് കൊടുക്കാനുള്ളൊരു പ്ലാനായിരുന്നേ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോട്ടെ. അപ്പോൾ ഞങ്ങൾ വീടെത്തി. ഞങ്ങൾ കുറച്ച് പേരെ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്.
അപ്പു ഇതാരാ എൻ്റെ മേലെ കയറി കിടക്കണ്ട കണ്ണ. അപ്പുവാ പൊന്നെ എൻ്റെ അടി. അയ്യോ എൻ്റെ മേലെ കയറി കിടക്കണ്ട. ആ അപ്പു മണി ചാക്കടെ എണീറ്റ്. അയ്യോ ലൈറ്റില്ല ഇവിടെ. ഞാനിത് തുറക്കട്ടെ. ആ മോളിലാ പാപ്പന്റെ മേമന്റെ റൂമിന്ന്. വാ പാവന്നെ എണിക്കടാ. വാ മേമ പിടിക്കാം. വാ എണിക്കടി. ഉറക്കം മതിയായില്ലേ? വാ പോന്നെ ഇങ്ങോട്ട് വാ. മേമ എടുക്കാം. ഇങ്ങോട്ട് വാ. മേമക്കടി വരണില്ലേ? മേമക്ക എന്നിട്ടാ വാ. പൊന്നൂസ എന്നിട്ട് വാടാ. വന്ന് മേമയ്ക്ക് ഒക്കെ തിരികെ. നീ എനിക്കില്ലേ? പെട്ടി ഇറക്കട്ടെ മേമ പോയിട്ട് കേട്ടാ. അപ്പൊ നീ ഉറങ്ങണോ? നിക്ക് ഞാൻ മുടി കയറുന്നത് കാണില്ലല്ലോ. എനിക്കിടി എനിക്ക് നല്ല കുട്ടിയുടെ എനിക്ക് പാ പെട്ടി എടുക്കട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ വൈൻഡപ്പൊക്കെ ചെയ്യാൻ മറന്നു. അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ച് ദിവസം നാട്ടിലാണ്. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.